ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ സിസ്റ്റം മോഡൽസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. സിസ്റ്റം മോഡൽസ് എന്ന് പറഞ്ഞാൽ 4 ടൈപ്സ് മോഡൽസ് ഉണ്ട്. സിസ്റ്റം മോഡലിംഗ് ഹെൽപ്സ് ടു അനലൈസ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഫങ്ഷനാലിറ്റി ഓഫ് ദ സിസ്റ്റം ആൻഡ് മോഡൽസ് ആർ യൂസ്ഡ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ കസ്റ്റമേഴ്സ്. അപ്പം സിസ്റ്റം മോഡൽസ് എന്ന് പറഞ്ഞാൽ കോണ്ടക്സ്റ്റ് ഓറിയൻറ്റഡ്, അതായത് അതിൻ്റെ എക്സ്റ്റേണൽ ആയിട്ടുള്ള എൻവയറോൺമെൻറ്റിനെ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സിസ്റ്റംസ്. രണ്ടാമത്തേത് ഫ്ലോ ഓറിയൻറ്റഡ്, അതായത് സിസ്റ്റത്തിൻ്റെ ആർക്കിടെക്ചർ, അതിൻ്റെ ബിഹേവിയർ, ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഉള്ള മോഡൽസ്, അതാണ് ഫ്ലോ ഓറിയൻറ്റഡ്. പിന്നെ മറ്റൊന്നാണ് ഡാറ്റ ഓറിയൻറ്റഡ്, സിസ്റ്റത്തിൻ്റെ ഡാറ്റയെ ഓറിയൻറ്റ് ചെയ്തിട്ടുള്ള മോഡൽസ്. പിന്നെ ഒന്നാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോപ്പർട്ടീസ് ഉണ്ടല്ലോ. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാംസിലൊക്കെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം, എൻക്യാപ്സുലേഷൻ, ഈ പ്രോപ്പർട്ടീസിനെ ബേസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്ന മോഡൽസ്. ഇങ്ങനെ 4 സിസ്റ്റം മോഡൽസാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഡിഫറെൻറ്റ് മോഡൽസ് പ്രസൻറ്റ് സിസ്റ്റം ഫ്രം ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്സ്. എക്സ്റ്റേണൽ ഓർ കോണ്ടെക്സ്റ്റ് പെർസ്പെക്റ്റീവ് ഷോ ദ സിസ്റ്റംസ് കോണ്ടെക്സ്റ്റ് ഓർ എൻവയറോൺമെൻറ്റ്. ഇത് സിസ്റ്റത്തിനെ, എൻവയറോൺമെൻറ്റിനെ, കോണ്ടെക്സ്റ്റിനെ ഷോ ചെയ്യുന്നു. ബിഹേവിയറൽ പെർസ്പെക്റ്റീവ്, സ്ട്രക്ചറൽ പെർസ്പെക്റ്റീവ്. ബിഹേവിയറൽ പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഷോ ദ ബിഹേവിയർ ഓഫ് ദ സിസ്റ്റം, സിസ്റ്റത്തിൻ്റെ ബിഹേവിയറിനെ ഷോ ചെയ്യുന്നു. സ്ട്രക്ചറൽ പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഷോ ദ സിസ്റ്റംസ് ഓർ ഡാറ്റ ആർക്കിടെക്ചർ, സിസ്റ്റത്തെയോ അല്ല ഡാറ്റ ആർക്കിടെക്ചറിനെയോ ബേസ്ഡ് ആയിട്ടുള്ള ഓറിയൻറ്റ് ചെയ്തിട്ടുള്ള മോഡലാണ് സ്ട്രക്ചറൽ പെർസ്പെക്റ്റീവ്. മോഡൽ ടൈപ്സ് ആണ് ഡാറ്റ പ്രോസസ്സിംഗ് മോഡൽ, കോമ്പോസിഷൻ മോഡൽ, ആർക്കിടെക്ചറൽ മോഡൽ. ഡാറ്റ പ്രോസസ്സിംഗ് മോഡൽ എന്ന് പറഞ്ഞാൽ ഷോ ഹൗ ഡാറ്റ ഈസ് പ്രോസസ്ഡ് അറ്റ് ഡിഫറെൻറ്റ് സ്റ്റേജസ്. കോമ്പോസിഷൻ മോഡൽസ് എന്ന് പറഞ്ഞാൽ ഷോ ഹൗ എൻറ്റൈറ്റീസ് ആർ കോമ്പോസ്ഡ് ഓഫ് അതർ എൻറ്റൈറ്റീസ്. ആർക്കിടെക്ചറൽ മോഡൽസ് എന്ന് പറഞ്ഞാൽ ഷോസ് ദ പ്രിൻസിപ്പൽ സബ് സിസ്റ്റംസ്. അപ്പം മോഡൽ ടൈപ്സ്, ക്ലാസിഫിക്കേഷൻ ഓഫ് മോഡൽസ്, ഷോ ഹൗ എൻറ്റിറ്റീസ് ഹാവ് കോമൺ ക്യാരക്ടറിസ്റ്റിക്സ്. കോണ്ടെക്സ്റ്റ് മോഡൽസ് ആണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. കോണ്ടെക്സ്റ്റ് മോഡൽസ് എന്ന് പറഞ്ഞാൽ ഇല്ലസ്ട്രേറ്റ് ദ ഓപ്പറേഷണൽ കോണ്ടെക്സ്റ്റ് ഓഫ് എ സിസ്റ്റം, ഷോ ദ വാട്ട് ലൈസ് ഔട്ട്സൈഡ് ദ സിസ്റ്റം ബൗണ്ടറീസ്. Social and organizational concepts may affect the decision on where to position system boundaries. Ideally, the boundaries between the system and its environment are identified clearly. ആ സിസ്റ്റത്തിൻ്റെ എൻവയറോൺമെൻറ്റ്, അതിൻ്റെ ബൗണ്ടറീസിനെ ഡിപ്പെൻഡ് ചെയ്ത് ഉള്ള സിസ്റ്റം മോഡൽസിനാണ് കോണ്ടെക്സ്റ്റ് ഓറിയൻറ്റഡ് സിസ്റ്റം മോഡൽസ് എന്ന് പറയുന്നത്. കോണ്ടെക്സ്റ്റ് മോഡൽസ്, അപ്പം ഡിഫറെൻറ്റ് മോഡൽസ് ക്യാൻ ബി യൂസ്ഡ് ഫോർ കോണ്ടെക്സ്റ്റ് മോഡലിംഗ്. വെരി സിമ്പിൾ ഹൈ ലെവൽ ആർക്കിടെക്ചറൽ മോഡൽസ് ഉണ്ട്. സിസ്റ്റം മോഡൽസ് ഷോ ദ സിസ്റ്റം ആൻഡ് ഇറ്റ്സ് കണക്ഷൻ വിത്ത് എൻവയറോൺമെൻറ്റൽ കമ്പോണൻസ്. സിസ്റ്റം അതിൻ്റെ കണക്ഷനും വിത്ത് എൻവയറോൺമെൻറ്റൽ കമ്പോണൻസുമായിട്ടുള്ളതിനെ ഷോ ചെയ്യാൻ ഉപയോഗിക്കുന്നു. ഹൈ ലെവൽ പ്രോസസ് മോഡൽസ് ഇൻഡിക്കേറ്റ് മെയിൻ പ്രോസസ് ആക്ടിവിറ്റീസ്. ഹൈ ലെവൽ പ്രോസസ് മോഡൽസ് എന്ന് പറഞ്ഞാൽ ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന മെയിൻ പ്രോസസ് ആക്ടിവിറ്റീസിനായിരിക്കും. ഹൈ ലെവൽ ഡാറ്റ ഫ്ലോ ഡയഗ്രാംസ് ഡെപിക്ട് ഡാറ്റ ട്രാൻസ്ഫോർമേഷൻസ് ആൻഡ് ഡാറ്റ ട്രാൻസ്ഫേഴ്സ്. അതായത് എ ടി എം ഒരു സിസ്റ്റമായിട്ട് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കോണ്ടെക്സ്റ്റ്, അതിൻ്റെ എൻവയറോൺമെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ബ്രാഞ്ച് അക്കൗണ്ടിങ് സിസ്റ്റം ഉണ്ടാവും, ബ്രാഞ്ച് കൗണ്ടർ സിസ്റ്റം ഉണ്ടാവും, മെയിൻ്റെനൻസ് ഉണ്ടാവും, സെക്യൂരിറ്റി ഉണ്ടാവും, അക്കൗണ്ട് ഡാറ്റാബേസ് ഉണ്ടാവും, യൂസേജ് ഡാറ്റാബേസ് ഉണ്ടാവും. ഇതാണ് അതിൻ്റെ കോണ്ടെക്സ്റ്റ്. അപ്പോൾ ഒരു സിസ്റ്റം മോഡലിങ്ങിൽ കോണ്ടെക്സ്റ്റ് മോഡൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എൻവയറോൺമെൻറ്റ്, അതിൻ്റെ ബൗണ്ടറീസിലുള്ള എല്ലാത്തിനും ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതിനാണ് കോണ്ടെക്സ്റ്റ് മോഡൽ എന്ന് പറയുന്നത്. ഇത് നമുക്ക് പഠിക്കാനുള്ളത് അടുത്ത് പ്രോസസ് മോഡൽസിൽ ഡാറ്റ ഫ്ലോ മോഡൽസ് മേ ബി യൂസ്ഡ് ടു ഷോ ദ പ്രോസസ്സസ് ആൻഡ് ദ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ ഫ്രം one process to another. Data flow models may be used to show the processes. ഇതിന് പ്രോസസ്സസിനെ ഷോ ചെയ്യാൻ ഡാറ്റ ഫ്ലോ മോഡൽസ് ഉപയോഗിക്കുന്നുണ്ട്. ആൻഡ് ദ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ ഫ്ലോ ചെയ്യുന്നത്
ഫ്രം വൺ പ്രൊസസ്സർ ടു അനദർ, ഒരു പ്രോസസ്സറിൽ നിന്ന് മറ്റൊരു പ്രോസസ്സിലേക്ക് ഇൻഫോർമേഷൻ ഫ്ലോ ചെയ്യുന്നത് ഡാറ്റ ഫ്ലോ മോഡൽസ് ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ പ്രോസസ് മോഡൽസ് ഷോ ദ ഓവറോൾ പ്രോസസ് ആൻഡ് ദ പ്രോസസ്സസ് ദാറ്റ് ആർ സപ്പോർട്ടഡ് ബൈ ദ സിസ്റ്റം. ഇത് ഷോ ചെയ്യാനാണ് പ്രോസസ് മോഡൽസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഡാറ്റ മോഡൽസും ഫ്ലോ മോഡൽസും എന്താണെന്ന് വെച്ചാൽ ഡാറ്റ ഫ്ലോ ചെയ്യുന്നതിനെ കാണിക്കാനാണ് ഡാറ്റ ഓറിയൻറ്റഡ് മോഡൽസ് ഉപയോഗിക്കുന്നത്. ഡാറ്റ എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്, ഫ്ലോ ഓറിയൻറ്റഡ് എന്ന അതിൻ്റെ ഫ്ലോയെ സൂചിപ്പിക്കുന്ന മോഡൽസാണ് ഫ്ലോ ഓറിയൻറ്റഡ് മോഡൽസ്. ഇപ്പം ബിഹേവിയറൽ മോഡൽസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബിഹേവിയറിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നതിനെയാണ് ബിഹേവിയർ മോഡൽസ് എന്ന് പറയുന്നത്. അപ്പോൾ 2 types of behavioral models are data processing models and state machine models. ഡാറ്റ പ്രോസസ്സിംഗ് മോഡൽസും സ്റ്റേറ്റ് മെഷീൻ മോഡൽസുമാണ് 2 ടൈപ്പ് മോഡൽസ്. ഡാറ്റ പ്രോസസ്സിംഗ് മോഡൽസിൽ എന്തുണ്ടാവും, DFDs ഉണ്ടാവും, ഡാറ്റ ഫ്ലോ ഡയഗ്രാം ഉണ്ടാവും. യൂസ്ഡ് ടു മോഡൽ ദ സിസ്റ്റംസ് ഡാറ്റ പ്രോസസ്സിംഗ്. ഷോ പ്രോസസ്സിംഗ് സ്റ്റെപ്സ് ആസ് ഡാറ്റ ഫ്ലോസ് ത്രൂ എ സിസ്റ്റം. പാർട്ട് ഓഫ് മെനി അനാലിസിസ് methods. Simple and intuitive notation show end-to-end processing of data. Data flow diagrams use ചെയ്യുന്നുണ്ട്. Model systems from a functional perspective may show data exchange between a system and other system in its environment. അതായത് ഇൻസുലിൻ പമ്പ് ചെയ്യുന്നതിൻ്റെ ഡാറ്റ ഫ്ലോ ഡയഗ്രാമാണ് ഇവിടെ കൊടുക്കുന്നത്. ബ്ലഡുമായിട്ട് കണക്ട് ചെയ്തിട്ടായിരിക്കും അതിൻ്റെ ഡാറ്റ ഫ്ലോ ഡയഗ്രാം. അപ്പം ഇതുപോലെ തന്നെയാണ് ഡാറ്റ ഓറിയൻറ്റഡ് മോഡൽസും ഫ്ലോ ഓറിയൻറ്റഡ് മോഡൽസും. ഡാറ്റ ഫ്ലോ ഓറിയൻറ്റഡ് ഡയഗ്രാം വെച്ച് നമുക്ക് അതിനെ റെപ്രസെൻ്റ് ചെയ്യാം. ഇനിയുള്ളത് ഒബ്ജക്റ്റ് മോഡൽസ് ആണ്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് മോഡൽസ് ഡിസ്ക്രൈബ് ദ സിസ്റ്റം ഇൻ ടേംസ് ഓഫ് ഒബ്ജക്റ്റ് ക്ലാസസ് ആൻഡ് ദെയർ അസോസിയേഷൻസ്. ഇതിൽ സിസ്റ്റത്തിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഒബ്ജക്റ്റും ക്ലാസസിനെയും ബേസ്ഡ് ആയിട്ടായിരിക്കും. ആൻ ഒബ്ജക്റ്റ് ക്ലാസ് ഈസ് an abstraction over a set of objects with a common attributes and the services operations provided by each object. Various object models may be produced. Inheritance models, aggregation models, interaction models. അതാണ് വേരിയസ് ഒബ്ജക്റ്റ് മോഡൽസ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇൻഹെറിറ്റൻസ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാംസിൻ്റെ പ്രോപ്പർട്ടി ആണല്ലോ. അതുപോലെ തന്നെയാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് മോഡലിൽ സിസ്റ്റം മോഡലിൽ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് മോഡൽസിനുള്ള പ്രോപ്പർട്ടിയാണ്. ഇൻഹെറിറ്റൻസ് മോഡൽസ് ഉണ്ടാവും, അഗ്രിഗേഷൻ മോഡൽസ് ഉണ്ടാവും, ഇൻ്ററാക്ഷൻ മോഡൽസ് ഉണ്ടാവും. അപ്പം ഇതിൻ്റെ പ്രിൻസിപ്പിൾസ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് മോഡൽസ് എന്താണെന്ന് വെച്ചാൽ പ്രിൻസിപ്പിൾസ് ദാറ്റ് ഡിസ്റ്റിങ്സ് ഒബ്ജക്റ്റ് ഓറിയൻറ്റേഷൻ ഫ്രം ഫങ്ഷൻ ഓറിയൻറ്റേഷൻ, ഇമ്പറാറ്റീവ് പ്രോഗ്രാം, എൻകാപ്സുലേഷൻ, ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം. ഈ 3 പ്രോപ്പർട്ടിയും ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് മോഡൽസിൽ ഉണ്ടാവും. അപ്പം ടൈപ്സ് ഓഫ് റിലേഷൻഷിപ്സ് ഇൻ ഒബ്ജക്റ്റ് ഓറിയൻറ്റേഷൻ. ഒരു എക്സാമ്പിളാണ് ഈസ് എ, ഇൻഹെറിറ്റൻസ്, ഹാസ് എ, എൻകാപ്സുലേഷൻ, അസോസിയേഷൻ, എനിത്തിങ് എൽസ്. ഒബ്ജക്റ്റ് മോഡൽസ് natural ways of reflecting the real world entities manipulated by the system. More abstract entities are more difficult to model using this approach. Object class identification is recognized as a difficult process, require a deep understanding of the application domain. Object classes reflecting domain entities are usable across system. അപ്പോൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് മോഡൽസ് ഉണ്ട്. അപ്പോൾ സിസ്റ്റം മോഡൽസ് 4 ടൈപ്പാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് കോണ്ടെക്സ്റ്റ് മോഡൽസ്, കോണ്ടെക്സ്റ്റ് ഓറിയൻറ്റഡ്. അതിൻ്റെ സിസ്റ്റത്തിൻ്റെ ബൗണ്ടറി, അതിൻ്റെ സിസ്റ്റം എൻവയറോൺമെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന മോഡൽസാണ് കോണ്ടെക്സ്റ്റ് ഓറിയൻറ്റഡ്. പിന്നെ ഡാറ്റ ഓറിയൻറ്റഡ് എന്ന് പറഞ്ഞാൽ ഡാറ്റയെ ഓറിയൻറ്റ് ചെയ്തുകൊണ്ട് ഫ്ലോ ഓറിയൻറ്റഡ് എന്ന
ഫ്ലോ ഓറിയൻറ്റഡ്. ഇത് രണ്ടും പാടെയാണ് ഡാറ്റ ഫ്ലോ ഓറിയൻറ്റഡ് എന്ന് പറഞ്ഞത്. ഡാറ്റയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് സിസ്റ്റം മോഡൽസും ഉണ്ട്, ഫ്ലോ ഓറിയൻറ്റഡ് സിസ്റ്റം മോഡൽസ് ഉണ്ട്, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് സിസ്റ്റം മോഡൽസും ഉണ്ട്. ഇതാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത്.